ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഏർലിംഗ് ഹാലൻഡിന്റെ നോർവേക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1-2 ഗോളുകൾക്കാണ് ഐവറി കോസ്റ്റിനെ അവർ പരാജയപ്പെടുത്തിയത്. ഏർലിംഗ് ഹാലൻഡാണ് ഈ മത്സരത്തിൽ നോർവേക്ക് വേണ്ടി വിജയ ഗോൾ നേടിയത്. ഇതോടുകൂടി നോർവേ അടുത്ത റൗണ്ടിലേക്ക് അഥവാ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. ഈ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 39ാമത്തെ മിനിറ്റിൽ നോർവേ ലീഡെടുക്കുകയായിരുന്നു. അന്റോണിയോ നുസയുടെ ഒരു കിടിലൻ ഗോളായിരുന്നു. ഒരു കിടിലൻ കേർവിംഗ് ഷോട്ട് അദ്ദേഹത്തിൽ നിന്നും പിറക്കുന്നു. അത് മനോഹരമായ ഒരു ഗോളായി മാറുന്നു. അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെയാണ് ആ ഗോൾ നോർവേ നേടിയിട്ടുള്ളത്. ആദ്യ പകുതിയിൽ ആ ഗോളിന് നോർവേ മുന്നിട്ട് നിന്നു എന്നുള്ളതാണ്. പക്ഷേ മത്സരത്തിന്റെ 74ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡ് താരമായ അമദ് ഡിയാലയുടെ ഒരു കിടിലൻ ഗോൾ പിറന്നു. ഒരു സോളോ ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. മനോഹരമായ ഗോളായിരുന്നു. നോർവേയുടെ പ്രതിരോധ നിര താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗോൾ നേടി. അതോടുകൂടി മത്സരം സമനിലയിലായി. പക്ഷേ മത്സരത്തിന്റെ 86ാമത്തെ മിനിറ്റിൽ ഏർലിംഗ് ഹാലൻഡ് വിജയ ഗോൾ നേടുകയായിരുന്നു. പാട്രിക് ബെർഗിന്റെ ഒരു കിടിലൻ ക്രോസ് വരുന്നു. അത് ഫിനിഷ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമായിരുന്നു ഹാലൻഡിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് ഗോളാക്കി മാറ്റി. ഇതോടുകൂടി നോർവേ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. മാത്രമല്ല, ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ 5 ഗോളുകൾ തികക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോർവേയും ബ്രസീലും തമ്മിലാണ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഏറ്റുമുട്ടുക. വരുന്ന ജൂലൈ 6-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ മത്സരം നടക്കുക. അതായത് അന്നേ ദിവസം അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുക. ഇവിടെ മറ്റൊരു കണക്ക് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് നോർവേക്കെതിരെ ഇതുവരെ ഒരൊറ്റ വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ബ്രസീലിന്. ആ ഒരു ശാപം നീക്കേണ്ടതുണ്ട്. ഇതുവരെ നോർവേക്കെതിരെ 4 മത്സരങ്ങൾ ബ്രസീൽ കളിച്ചിട്ട് ഒരൊറ്റ വിജയം പോലും നേടിയിട്ടില്ല. 2 സമനിലകൾ വഴങ്ങി, 2 തോൽവികളും വഴങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ആദ്യമായി കൊണ്ട് ഒരു വിജയം ഇപ്പോൾ ബ്രസീലിന് നേടേണ്ടതുണ്ട്. 1988 നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ സമനില വഴങ്ങി. 1997 നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ 4-2 പരാജയപ്പെട്ടു. പിന്നീട് 1998 വേൾഡ് കപ്പിൽ നോർവേയോട് ബ്രസീൽ 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2006 ഈ 2 ടീമുകളും ഏറ്റുമുട്ടിയത്. അന്ന് സമനിലയിൽ കലാശിക്കുകയായിരുന്നു. അങ്ങനെ ഇതുവരെ നോർവേയോട് ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. ആ ശാപം നീക്കേണ്ട ഒരു സമയമാണ് ഇത്. ആ ശാപം നീക്കാൻ ബ്രസീലിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.